ശരിക്കും ഈ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ എന്ത് ഡിഫറൻസാണുള്ളത്? ഇപ്പം നോർത്തിലൊക്കെ ബീഫ് കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പം ഇവിടുന്ന് സി പി എം വലിയ ബീഫ് ഫെസ്റ്റിവലൊക്കെ നടത്തിയല്ലോ. എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ബി ജെ പി അല്ല, നമുക്ക് എന്ത് കഴിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബീഫ് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ തകൃതിയായി നടത്തി. ഇപ്പം കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. അപ്പം ഇതിനെ ഇപ്പം കേരളത്തിലുള്ള പലർക്കും എതിർപ്പാണ് ഈ സിനിമയോട്. എന്ന് വെച്ച് ആ സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കുമ്പം അത് കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും ജനങ്ങൾക്ക് തന്നെയല്ലേ. അത് ഈ പറഞ്ഞ സി പി എമ്മിന് എഴുതി കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് ഒരുമാതിരി തോന്നിവാസായി. ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയും സി പി എമ്മിൻ്റെ അജണ്ടയും തമ്മിൽ എന്ത് ഡിഫറൻസ് ആണുള്ളത് ഇങ്ങനെ വരുമ്പോൾ? ഇപ്പം 2 പേര് കോട്ടയത്ത് ഈ സിനിമ കാണാൻ വേണ്ടി കേരള സ്റ്റോറി 2 സിനിമ കാണാൻ കയറിയപ്പം ഇവർ സി പി എമ്മുകാർ എന്ത് പ്രശ്നമാക്കും, സിനിമ കാണാൻ പറ്റത്തില്ല. അത് എന്ത് ന്യായമാണത്? അപ്പോൾ ഏത് സിനിമ കാണണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം സി പി എമ്മിന് എഴുതി കൊടുത്തിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെ എന്ത് കഴിക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ എന്ത് സിനിമ കാണണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും ജനങ്ങൾക്ക് തന്നെയാണ്. അല്ലാതെ അത് ഈ പറഞ്ഞ പോലെ സി പി എമ്മിന് എഴുതി കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ. ഇപ്പം രണ്ടും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉള്ളത്? 2 പേരും ചെയ്യുന്ന ഒരേ കാര്യം തന്നെ. ഇവർക്ക് ശരിയല്ലാന്ന് തോന്നുന്ന കാര്യം ചെയ്യാൻ ബാക്കിയുള്ളവരെ സമ്മതിക്കില്ല. അപ്പോൾ ഈ കേരള സ്റ്റോറിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയെന്നുള്ള രീതിയിലല്ലേ വരുന്നത്. ഇപ്പോൾ ബീഫ് പോട്ടെ, എന്ത് കാര്യങ്ങളാണെങ്കിലും അവനവന് ഇഷ്ടമുള്ള കാര്യം ബാക്കിയുള്ളവരിൽ അടിച്ചേൽപ്പിക്കുക, അവനവൻ്റെ താല്പര്യങ്ങൾ ബാക്കിയുള്ള ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക. അത് തന്നെയാണ് ബീഫിൻ്റെ രൂപത്തിൽ അവർ കേരള സ്റ്റോറിയിൽ കാണിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്.